സോ ഇന്നത്തെ ഞാൻ എടുത്ത ടോപ്പിക്ക് ഡിസപ്പോയിന്റ്മെന്റ്സ് ഇൻ ആർ ലൈഫ്സ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരാശകൾ. അപ്പൊ അതിനെ ആസ്പദമാക്കിയിട്ട് എടുത്ത വചനം ജോൺ ചാപ്റ്റർ 10 വേഴ്സസ് 8 to 9. സോ അതിനകത്ത് എഴുതിയേക്കുന്നത് John chapter 10 verse 8 to 9 അത് all who ever came before me were thieves and robbers, but the sheep did not listen to them. I am the gate. Whoever enters through me will be saved. He will come in and go out and find pasture. So the shepherd and his flock എന്നൊരു തലക്കെട്ടിലാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ഞാനാണ് വഴി, നിങ്ങൾ എൻ്റെ ആടുകളാകുന്നു, ഞാൻ നിങ്ങളുടെ ഇടയനാകുന്നു. ലോർഡ്സ് മൈ ഷെപ്പേർഡ്, സാംസ് 23 പറയുന്ന പോലെ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ബേസിലാണ് ഇവിടെ ഒരു മറുപടി പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ നമ്മൾ കഴിയുമ്പോൾ നമ്മൾ അനേകം നിരാശകളിൽ കൂടെ കടന്നു പോകാൻ പറ്റും. സോ മെനി ഡിസപ്പോയിന്റ്മെന്റ്സ്. സോ ബൈ ബിബ്ലിക്കൽ ബേസിസ് നോക്കുവാണെങ്കിലും ദർ ലോട്ട്സ് ഓഫ് ഡിസപ്പോയിന്റ്മെന്റ്സ്. നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ others would be disappointed by us. മറ്റുള്ളവർ നമ്മളെ കുറിച്ച് ഓർത്ത് നിരാശപ്പെടും. അതിന്റെ എക്സാമ്പിൾ ആണ് രാജാവിന്റെ മകൻ രാജാവിന്റെ മകൻ ജോണത്തനും ദാവീദും നല്ല സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ ആ ഒരു സുഹൃത്ത് ബന്ധം, ദാവീദുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം, കിങ് സോൾ he didn't like it. So he was disappointed with his son Jonathan, because ജോണത്തൻ എന്ന് പറഞ്ഞ തന്റെ മകൻ തന്റെ എനിമിയായ ദാവീദിനെ സഹായിച്ചു. അവിടുന്ന് സോളിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു. അതിനകത്ത് പറയുന്നുണ്ട്, യു സൺ ഓഫ് എ പെർവേഴ്സ് ആൻഡ് വൈൽഡ് വുമൺ, യു വിൽ ബ്രിങ് റൂയിൻ അപ്പോൺ യുവർ സെൽഫ്. നിന്റെ രാജ്യമാണ് ദാവീദ് കൊണ്ടുവന്നത്, ആൻഡ് സ്റ്റിൽ യുവർ ഹെൽപ്പിംഗ് ഹിം എന്നൊക്കെ പറഞ്ഞ ഒരു സ്പിയർ ജോണത്തനെ നോക്കി എറിയുന്നുണ്ട്. സോ ഡിസപ്പോയിന്റ്മെന്റ്സ് ഓഫ് അതേഴ്സ്, അതാണ് ഫസ്റ്റ് കാറ്റഗറി. സെക്കൻഡ് കാറ്റഗറി ഇസ് ഗോഡ്, വെൻ ഗോഡ് ഇസ് ഡിസപ്പോയിന്റഡ് ഇൻ അസ്. നമ്മൾ നോക്കുവാണെങ്കിൽ ഇസ്രായേൽ ജനത എക്സോഡസിന്റെ കാലഘട്ടത്തിൽ they came out of Egypt, and Moses had gone up the mountain 40 days. Moses was not there. അപ്പൊ എല്ലാവരും did everything as they seemed fit, and they gave ആരോനോട് പോയി പറഞ്ഞു, ഞങ്ങൾക്ക് കുറെ സ്വർണ്ണങ്ങളുണ്ട്, make a god for us. അങ്ങനെയാണ് അവർ കാഫിനെ ഉണ്ടാക്കുക. സോ അന്നേരം God was disappointed. He said to Moses, നീ ഇത്രയും നാളും ഇങ്ങനെ നടന്നു വന്ന ആൾക്കാർ 40 ദിവസത്തേക്ക് നിന്നെ മറന്നപ്പോഴത്തേക്കും അവർ വീണ്ടും അവരുടെ പഴയ ജീവിതത്തിലേക്ക് പോയിട്ട്. അത് മോശയുടെ കാലഘട്ടത്തിൽ. അന്ന് നമ്മൾ കുറച്ച് മുമ്പോട്ട് നോക്കുകയാണെങ്കിൽ, മോശയുടെ കാലഘട്ടത്തിന് ശേഷം നോക്കുകയാണെങ്കിൽ യോശുവയുടെ കാലഘട്ടവും കഴിഞ്ഞ് ജഡ്ജസിന്റെ കാലഘട്ടം തുടങ്ങുമ്പോഴാണ് അവർക്കാണെങ്കിൽ അവരുടെ പ്രോമിസ് ലാൻഡിൽ പോയിട്ട് അവർക്ക് അവരുടെ ലാൻഡ് ഒക്കെ തിരിച്ചു കിട്ടി. ബട്ട് സ്റ്റിൽ എന്നിട്ട് അവർ കിട്ടിയിട്ടും they didn't kill all the people, all the Canaanites, all the Hittites, Hivites, Philistines, all those Amorites, Amalekites. അവരെല്ലാവരെയും കൊല്ലാതെ they just made them subject to their slavery. അപ്പോൾ God appeared in Bochim and said, I am again disappointed in you, because of which these countries and these people will be thorns in your sides. നിങ്ങളുടെ ചുറ്റുകൾ ഇവര് മുള്ളുകളായിരിക്കും. You will not get rid of these people because you didn't listen to my word. That's the second category. മൂന്നാമത്തെ കാറ്റഗറി, നമ്മളെ കുറിച്ച് ഓർത്ത് തന്നെ നമ്മൾ നിരാശപ്പെടുക. അതിന്റെ നമ്മൾ എക്സാമ്പിൾസ് ബൈബിളിൽ നോക്കുവാണെങ്കിൽ ആദ്യത്തേതാണ് സാംസൺ. ഹി വാസ് വെരി പ്രൗഡ് പേഴ്സൺ. അയാൾക്ക് എന്തും ചെയ്യാൻ പറ്റും, ആരെയും കൊല്ലാൻ പറ്റും, എത്രയും വലിയ ഗേറ്റ് ഉയർത്തി മലയുടെ മണ്ടക്കും താഴെ എറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞൊരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു. ബട്ട് ultimately that led to his chaos, and we see that his final minutes of his life, he pleads to God, Lord, I have failed you, please just for one last moment give me strength. അതുപോലെ പുതിയ നിയമത്തെ നമ്മൾ നോക്കുവാണെങ്കിൽ അപ്പോസ്തലന്മാർ യേശുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം അവരറിയുന്നില്ല, ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം യേശു എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ വീണ്ടും അവരുടെ പഴയ തൊഴിലായ മീൻപിടുത്തത്തിലേക്ക് അവർ പോകുന്നു. അങ്ങനെ ഗലീല തീരത്തിൽ വെച്ച് അവർ യേശു കണ്ടുമുട്ടുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് they had a hope. അവർ നിരാശപ്പെട്ടു പോയെങ്കിലും God brought them closer together. അപ്പൊ ഇങ്ങനെ 3 കാറ്റഗറിയിലായിട്ട് നമുക്ക് നമ്മുടെ ഡിസപ്പോയിന്റ്മെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ഈ ഒരു കാലഘട്ടം നമ്മൾ നടക്കുമ്പോൾ there are a lot of disappointment. നമ്മുടെ ജോലിയുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പഠിത്തത്തിന്റെ കാര്യത്തിൽ, എക്സാമിന്റെ കാര്യത്തിൽ, റിസൾട്ട് വരുന്നതിന്റെ കാര്യത്തിൽ, അടുത്ത കോഴ്സിന്റെ അല്ലെങ്കിൽ അടുത്ത ജോലിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അഡ്മിഷന്റെ കാര്യത്തിൽ, പിന്നെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ. അനേകം ഭവനങ്ങളിൽ ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ടൊരു കാലഘട്ടമല്ല, ഹാവിങ് ഫിനാൻഷ്യൽ ക്രൈസിസ്. അപ്പൊ ഈ
ഇങ്ങനത്തെ ഈ ഒരു കാലഘട്ടം നമ്മൾ കടന്നു പോകുമ്പോൾ വി ആർ പ്രോൺ ടു ഹാവ് ഡിസപ്പോയിന്റ്മെന്റ്സ്. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ലൈഫ്. ഞാൻ ഒരു ചെറിയൊരു സ്റ്റോറി പറയാൻ ഉദ്ദേശിക്കുന്ന ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ ക്യാരറ്റ് ആൻഡ് എൻ എഗ് ആൻഡ് എ കോഫി ബീൻ. ചിലർ കേട്ടിട്ടുണ്ടായിരിക്കും. സോ ക്യാരറ്റ്, എഗ്, കോഫി ബീൻ, ഇതിന് മൂന്ന് നമ്മൾ എടുത്ത് ബോയിലിംഗ് വാട്ടറിലേക്ക് ഇടുക. അപ്പൊ ആഫ്റ്റർ സം 20 minutes ബോയിലിംഗ് വാട്ടർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വെളിയെടുക്കുമ്പോൾ നമ്മളൊന്ന് എക്സാമിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ക്യാരറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ക്യാരറ്റ് വാസ് വെരി ഹാർഡ് ആൻഡ് റിജിഡ് ബിഫോർ യു പുഡിങ് ഇൻ ദ ബോയിലിംഗ് വാട്ടർ. പക്ഷെ 20 minutes കഴിഞ്ഞ് നമ്മൾ 20 to 30 minutes നമുക്ക് എടുത്ത് കഴിയുമ്പോൾ ഇറ്റ് ബിക്കം സോഫ്റ്റ്. Second category, it's egg. Egg, as you know, inside is fully liquid, but after boiling for 20 minutes, you take it out, it becomes hard boiled and salt. But the third category is coffee beans. When you put coffee beans into boiling water, it gives the water its aroma and its fragrance, and it converts the entire water into a coffee to convert it. So what kind of a person are you when in the situation when troubles and problems arise? Are you like the carrot, or are you like the egg, or are you like the coffee bean? Carrot എന്ന് പറയുമ്പോൾ നമ്മൾ we are thinking we are hard എന്നൊക്കെ പറയും, but പ്രശ്നങ്ങൾ വരുമ്പോൾ we become very soft. Then next category, egg. We think we are soft, but when problems arise, we become hard, we become arrogant, we become stern, and നമ്മൾ ബാക്കിയുള്ളവരോടുള്ള ദേഷ്യപ്പെടുക, അങ്ങനത്തെ കാര്യങ്ങൾ. But not like those two. We need to be like the carrot. We need to be like the coffee beans, who in adversity and problems you give your fragrance and your scent to others. So ഇതിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഡിസപ്പോയിന്റ്മെന്റ്സിനെ കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ആൻഡ് ഫൈനലി 3 key points how to avoid disappointments. എങ്ങനെ ഡിസപ്പോയിന്റ്മെന്റ്സ് നിങ്ങൾക്ക് വരുവാണെങ്കിൽ, how problems arise ചെയ്യുമ്പോൾ how to not get it as an end result as disappointment. Problems are parts and parcel of life, but how to avoid disappointment. So first point is, don't give the attention to the problems that they deserve. നമ്മൾ ഒരു പ്രശ്നത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെ കുറെ ചിന്തിച്ച് ആലോചിക്കുമ്പോഴാണ് അവസാനം നമ്മൾ കുറെ എക്സ്പെക്ട് ചെയ്യും, നമ്മൾ കുറെ ഹോപ്പ് ചെയ്യും അത് പോസിറ്റീവ് ആവും. ബട്ട് ഫൈനലി അത് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ ഡിസപ്പോയിന്റ്മെന്റ് ഫോർ യു. ഇൻ ദ ബൈബിൾ എക്സാമ്പിൾ നോക്കൂ തന്നെ, ഇഫ് യു ടേക്ക് ജോബ്, when he was hit with sickness, he never complained about to God. Even his friends compelled that do curse God and die, but he didn't do it. Then Daniel Lord, they told that you should bow down to the statue. He didn't do it. He prayed to God, and he didn't worry about what would happen to him, what would happen to his life. He was saved. And same with Joseph and Esther, the main 4 characters from the Bible. The Joseph also prime minister, Esther, Jews in a mottam kollan nadakuna Haman vare konnu kalanju, and all the Jews were able to kill their enemies. That's the first point. Don't give attention to problems. Second point, look at the problem in a bigger perspective. നമ്മളിപ്പോ ഒരു പ്രശ്നം കാണുവാണെങ്കിൽ നമ്മളുടെ ഒരു ലൊക്കാലിറ്റിയിൽ നമ്മൾ കാണത്തുള്ളൂ. ബട്ട് you look at the person who is behind you, who is standing beside you. He's a person who created the heavens. He's a person who created the oceans, the stars, the galaxies. അങ്ങനത്തെ ഒരാൾക്ക് നിങ്ങളുടെ ഈ പ്രശ്നം എന്തുമാത്രം ചെറുതാണെന്നുള്ള ഒരു റിയലൈസേഷൻ നിങ്ങൾക്കുണ്ടാണ്. യുവർ പ്രോബ്ലം ഇസ് ജസ്റ്റ് എ ഫീബിൾ തിങ് ഇൻ ദ ഹാൻഡ് ഓഫ് യുവർ മേക്കർ. ദാറ്റ്സ് ദ സെക്കൻഡ് തിങ്. Look at the problem in a bigger perspective. And final point is, be there for the other. നിങ്ങളൊരു പ്രോബ്ലം നിങ്ങൾ ഉണ്ടായിരുന്നു, but you have come out of it. And if you find that your fellow believer, your fellow brother has having the same problem, don't leave him. Go with him. Our problem, be with them, lend a helping hand, and then bring that person out of the problem. So these are 3 points mainly. So first thing is, don't give attention to their problems. Second is, look at the problems in a bigger perspective. And thirdly, be there for the other person. God bless you.